Next question. Draw the front view, top view, side view in first angle projection അല്ലേ? ഏത് ആംഗിളിലാണ് വരയ്ക്കേണ്ടത്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഓഫ് ദി ഗിവൺ ഒബ്ജക്റ്റ്. ഗിവൺ ഒബ്ജക്റ്റ് ഏതാണ്? എന്താണ് നമ്മുടെ ഐസോമെട്രിക് വ്യൂ ആയിട്ടുള്ള ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, അതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക, അതിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കുക അല്ലേ? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആകുമ്പോൾ നമുക്ക് അറിയത്തില്ലേ എന്താണ്? അതിൻ്റെ എക്സ് വൈ ലൈൻ റെഫറൻസ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെർട്ടിക്കൽ പ്ലെയിൻ എവിടെ വരുന്നു? മുകളിൽ വരുന്നു. അതിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴെ വരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എവിടെ വരുന്നു? ഫ്രണ്ട് വ്യൂ റെഫറൻസ് ലൈനിൻ്റെ മുകളിൽ, ടോപ്പ് വ്യൂ റെഫറൻസ് ലൈനിൻ്റെ താഴെ, ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡ് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വ്യൂ പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രണ്ട് വ്യൂ ഓക്കെ, നമ്മൾ വ്യൂ ചെയ്യുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണല്ലേ? നമുക്ക് ഇതിൻ്റെ ഏതൊക്കെ പാർട്സ്, ഏതൊക്കെ സൈഡ് കാണാൻ പറ്റും? നോക്കിയ ഫ്രണ്ട് വ്യൂ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സർഫസ് കാണാൻ പറ്റും. ഇത്രയും സർഫസ് ശരിയല്ലേ? ഫ്രണ്ട് വ്യൂ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സർഫസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ഈ സർഫസ് കാണാൻ പറ്റും. ഈ സർഫസ് കാണാൻ പറ്റും. അതുപോലെ ഈ സൈഡിലുള്ള ഈ സർഫസ് കാണാൻ പറ്റും. ഇത്ര മാത്രമല്ലേ നമുക്ക് ഫ്രണ്ട് വ്യൂ കൂടെ നോക്കിയാൽ കാണാൻ പറ്റൂ? ശരിയല്ലേ? നോക്കിയേ, ഇത്രയും മാത്രമല്ലേ നമുക്ക് ഫ്രണ്ട് വ്യൂ കൂടെ നോക്കിയാൽ കാണാൻ പറ്റൂ? ഓക്കെ, അപ്പോൾ നമുക്ക് അതായത് ഇത്രയും പോർഷനും ഈ ഒരു പോർഷനും അതുപോലെ തന്നെ ഈ രണ്ട് പോർഷനും മാത്രമേ നമുക്ക് ഫ്രണ്ട് വ്യൂ കൂടെ നോക്കിയാൽ അറിയാൻ പറ്റൂ അല്ലേ? അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഹൈറ്റ് എത്രയാണ്? 45 ഇതെത്രയാണ്? 10 ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? 90 എന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലേ? അതായത് 50, 20, 70, ഇവിടുത്തെ 20 കൂടെ ചേർത്ത് 90. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? ഈ 90 മാർക്ക് ചെയ്യുക. പിന്നെ അതിനുശേഷം ഈ 10 പിന്നെ ബാക്കി മൊത്തത്തിൽ 45. അപ്പോൾ ഇത് 10 കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും? ഇത് മൊത്തത്തിൽ 45 ആയിരിക്കും. അപ്പോൾ ഈ പോർഷൻ എത്രയായിരിക്കും? 10 പോയിട്ട് ബാക്കി 35 ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം 90, 45 നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മൾ റെഫറൻസ് ലൈൻ വരച്ചു, 90 വരച്ചു, ദെൻ 45 മാർക്ക് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യുക? ഒരു 45 മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഇതിനെ നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത്രയും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 10 ഉണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇത് മുതൽ ഇതുവരെ രണ്ടറ്റത്തും നമ്മൾ മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 20 അത് നമ്മൾ രണ്ടറ്റത്ത് മാർക്ക് ചെയ്യുന്നു. രണ്ടറ്റത്ത് നമ്മൾ 20 മാർക്ക് ചെയ്യുന്നു. ഇത് മുതൽ ഇതുവരെയും അത് മുതൽ ഇവിടെ നിന്നും അതുപോലെ ഇതുവരെയും നമ്മൾ 20 മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷൻ, അതായത് ഇത് മുതൽ ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെ 10 ആണല്ലേ? അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് 5ഉം 5ഉം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ 2 പോയിൻ്റ് കിട്ടൂലേ? അതിനുശേഷം ഈ പോയിൻറ്റും കൂടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കിട്ടൂലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാം. ഇത് മുതൽ ഇതുവരെ 90 അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 45 ആയിരിക്കും അല്ലേ? 45 ശരിയല്ലേ? നമുക്കതറിയാൻ വേണ്ടി ജസ്റ്റ് നമ്മളൊരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് മതി. ഇനി അതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് നമുക്ക് 5 അപ്പുറത്തേക്ക് 5 ഇപ്പുറത്തേക്ക്. കണ്ടോ? മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 2 പോയിൻ്റ് കൂടെ മീറ്റ് ചെയ്താൽ പോരെ? ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാ ഇത്രയും പോർഷൻ ഒന്ന് നോക്കി. ഇത്രയും പോർഷനാണ് നമ്മൾ ഇവിടെ കണ്ട ഇത്രയും പാർട്സുകൾ അല്ലേ? ഇനി ഈ 2 പോർഷനാണ് എന്ത് കിടക്കുന്ന? ഈ കിടക്കുന്ന 2 പോർഷൻ. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ എവിടെ വരയ്ക്കുക? ഫ്രണ്ട് വ്യൂവിൻ്റെ താഴെ വരയ്ക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരെ താഴേക്ക് ട്രേസ് ചെയ്യുന്നു. ഓക്കെ, ട്രേസ് ചെയ്തിട്ടു. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന പാർട്സ്, ഈ പാർട്സ് മൊത്തം നമുക്ക് കാണാൻ പറ്റും അല്ലേ?
ഈ സർഫസുകൾ നമുക്ക് കാണാൻ പറ്റില്ല ഈ ഒബ്ജക്റ്റിൻ്റെ. നോക്കി, അതുപോലെ തന്നെ ഇതാ ഈ സർഫസും നമുക്ക് കാണാൻ പറ്റില്ല ഈ ഒബ്ജക്റ്റിൻ്റെ. ഈ സർഫസും കാണാൻ പറ്റില്ലേ? ഇത്രയല്ലേ നമുക്ക് കാണാൻ പറ്റൂ ഇതിൻ്റെ ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ, ശരിയല്ലേ? അപ്പോൾ അതായത് ഈ പോർഷൻ 90 mm, ഓക്കെ, അതുപോലെ നമുക്ക് കാണാം. അത് 90 mm നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത്, ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് എത്രയാണ്? 50 mm ആണല്ലേ. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെയും അതുപോലെ മാർക്ക് ചെയ്തു 50 mm. ഓക്കെ, ഇനി അതിന് ശേഷം ഇനി നമുക്ക് ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സർഫസ് ഉണ്ട്, ഈ ചരിഞ്ഞ പ്രതലം. ഈ ചരിഞ്ഞ പ്രതലവും നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ, ഈ ചരിഞ്ഞ പ്രതലം. അപ്പോൾ ഇവിടെയും ചരിഞ്ഞ പ്രതലമുണ്ട്, അപ്പുറത്തും ചരിഞ്ഞ പ്രതലമല്ലേ. പക്ഷേ നമുക്ക് ചരിവായിട്ട് തോന്നും, ഒരിക്കലും ചരിവായിട്ട് തോന്നൂല അല്ലേ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ. സം ഡിസ്റ്റൻസിൽ നിന്നാണ് നമ്മൾ മുകളിൽ നോക്കണമെങ്കിൽ നമുക്ക് ഈ ചരിവ് ഒരിക്കലും ചരിവായിട്ട് തോന്നിക്കില്ല. ഇതുപോലൊരു പോർഷനായിട്ട് നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. ഈ സൈഡിലെ ചെരുവും ആ സൈഡിലെ ചെരുവും നമുക്ക് കാണാൻ പറ്റുമല്ലോ, കാണാൻ പറ്റും. പക്ഷേ ഈ ചരിവ്, ഇതിൻ്റെ ചരിവ് ലെങ്ത് എത്രയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ലെങ്ത് എത്രയാണ്? 20 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയും 20 ആണ്, ഇവിടെ നിന്ന് ഇതുവരെയും 20 ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കി സ്പേസാണ് നമ്മൾ മുകളിൽ നോക്കുമ്പോൾ കാണുന്നതായിട്ട്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സെൻട്രൽ ലൈൻ നമ്മളിവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കുകയാണ്. സെൻട്രൽ ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് എത്ര മാർക്ക് ചെയ്യാം? ഇനി ഇതാ ഇതെത്രയാണ്? ഇത് മുതൽ ഇതുവരെയുള്ള വീതി എത്രയാണ്? 10 ആണ്. അപ്പോൾ അത് നമുക്ക് അതുപോലെ മാർക്ക് ചെയ്യാം. 2 പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സെൻട്രലിൽ നിന്ന് നമ്മൾ എത്ര മാറ്റണം? 10 അല്ലേ. അതായത് ആ 10 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് 5 ഇങ്ങോട്ട്, ഇവിടെ നിന്ന് 5 ഇങ്ങോട്ട് അല്ലേ. അതിനുശേഷം ഈ ലൈൻ വരയ്ക്കുക, ശരിയല്ലേ? ഇങ്ങനെയല്ലേ. ഇനി ഇത് മുതൽ ഇതുവരെ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? ഫുള്ളി 80 തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റിങ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പോയിന്റിലും കൂടെ ഒരു 5 എടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. 4.5, 3.5. ഓക്കെ, ശരിയല്ലേ? ഇനി നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? ഇത് മുതൽ ഇതുവരെ മാർക്ക് ചെയ്യുക. ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 20 ആണ്. അതുപോലെ ഇവിടെയും ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 20 ആണ്. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ 2 ലൈൻ മീറ്റ് ചെയ്യുക. ഇതല്ലേ അതിൻ്റെ ടോപ്പ് വ്യൂ. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് വ്യൂ വരച്ച് കഴിഞ്ഞു, ഇതിൻ്റെ ടോപ്പ് വ്യൂ വരച്ച് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ FV അല്ലെങ്കിൽ TV എന്ന് എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തത്. അതിനുശേഷം ഡയമെൻഷൻ കൊടുക്കുക. ഇനി എന്താ വരയ്ക്കേണ്ടതിൻ്റെ സൈഡ് വ്യൂ ആണ്. ഇനി നമ്മളുടെ സൈഡ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഏതൊക്കെ സർഫസ് കാണാൻ പറ്റും? ഈ സർഫസ് മൊത്തം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ലെഫ്റ്റ് സൈഡാണല്ലേ. ഈ സർഫസ് മൊത്തം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചരിഞ്ഞ പ്രതലവും നമുക്ക് കാണാൻ പറ്റും. ഈ ചരിഞ്ഞ പ്രതലത്തിന് നമുക്ക് ചരിവായിട്ട് തോന്നും, ചരിവായിട്ട് തോന്നില്ല, നമ്മളിതുപോലെ ഒരു റെക്റ്റാങ്കിൾ പീസായിട്ട് തോന്നും. ഇത്ര മാത്രമല്ലേ കാണാൻ പറ്റൂ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് എവിടെ വരയ്ക്കണം? ഫസ്റ്റ് ആംഗിൾ പൊസിഷൻ ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 45 ആണ്. ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 50 ആണ്. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മളിത് ട്രേസ് ചെയ്തു. 45 ആണ്. 45 നമുക്കിവിടെ മെഷർമെൻറ്റ് കിടപ്പുണ്ട്. ദെൻ എൻ്റെ ലെങ്ത് എത്രയാണ്? 50 ആണ്. ഓക്കെ, അതുപോലെ അതിൻ്റെ ടോപ്പിൽ നമ്മളൊരു 50 മാർക്ക് ചെയ്യുന്നു. ഇതിനെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഡ്ത്ത് മാർക്ക് ചെയ്യുക, ഈ ഒരു വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ഇത് എത്രയാണ്? 10 ആണ്. ഇവിടെയും 10 ആണ്. അതിലിട്ട് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മളൊരു 10 ഇവിടെ മാർക്ക് ചെയ്തു. ഇനി അതുപോലെ ഇവിടെയും ഒരു 10 മാർക്ക് ചെയ്യുക. ഈ പോയിന്റിൽ ഒരു 10 മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ,
ഇത് തന്നെയാണല്ലോ അതിൻ്റെ സൈഡ് വ്യൂ, ശരിയല്ലേ? ഇത് തന്നെയാണല്ലോ അതിൻ്റെ സൈഡ് വ്യൂ. അതായത് ഇത്രയും സർഫസും കാണാൻ പറ്റും, പിന്നെ ഈ ഒരു പോർഷനും കാണാൻ പറ്റും, ശരിയല്ലേ? ഇത്രയും സർഫസും കാണാൻ പറ്റും, ഈ ഒരു പോർഷൻ. ലാസ്റ്റ് എന്ത് ചെയ്യുക? ഡയമെൻഷൻ ചെയ്യുക. ലാസ്റ്റ് നമ്മളിതുപോലെ ഡയമെൻഷൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആവുമെന്ന് കരുതിയാണ് കുറച്ച് സ്പീഡിൽ വരച്ച് പോയത്. അപ്പോൾ വീഡിയോ 1-2 തവണ കണ്ടു നോക്കുക. ഓക്കെ.